സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ തിരുവോണ ദിന സുപ്രഭാതം വിത്ത് ആശാ ശരത്തൻ സുജയ പാർവതിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ ഈ തിരുവോണ ദിവസമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കാലം, വിഷുക്കാലം, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെ ഓരോ ആഘോഷത്തിനും പെരുന്നാള്, അങ്ങനെ ഓരോ ആഘോഷത്തിന്റെയും കൂടെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് അല്ലെ. കുട്ടിക്കാലത്തപ്പോ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? പെരുമ്പാവൂരാണോ തിയേറ്റർ? പെരുമ്പാവൂരാണ് തിയേറ്റർ. പുഷ്പ എന്ന് പറയുന്ന ഒരു തിയേറ്ററാണ്. ഏത് സിനിമയാണ് സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല സുജയ. കാര്യം എല്ലാ ഈ വെള്ളിയാഴ്ചകളിലും സിനിമയ്ക്ക് പോകുന്ന ഒരു പതിവ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അമ്മ സ്ഥിരമായിട്ട് സിനിമയ്ക്ക് പോകുമായിരുന്നു. അമ്മ ഒന്നുപോലെ അമ്മയുടെ കൂട്ടുകാരികളുണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സ്, അവരോട് സിനിമയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് പോകുമായിരുന്നു. അന്ന് പുഷ്പ എന്നായിരുന്നു ആ തിയേറ്ററിൻ്റെ പേര്. ഇതിപ്പം അത് ആൻ്റണി ചേട്ടൻ വാങ്ങിച്ച് ലാലേട്ടൻ വാങ്ങിച്ച ആശീർവാദ് എന്ന് പറയുന്ന തിയേറ്ററായി മാറി. സോ പക്ഷെ ഇപ്പോഴും നമ്മൾ പെരുമ്പാവൂരുകാർ ആശീർവാദാണെങ്കിൽ നമ്മളിപ്പോഴും പുഷ്പ തിയേറ്ററിൽ പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. പുഷ്പ ഫയർ. അതെ. അപ്പോൾ പുഷ്പ തിയേറ്ററിൽ സിനിമ കണ്ട ആശ പെരുമ്പാവൂരിൽ പോയി അഭിനയിച്ച സിനിമ, ആ പെരുമ്പാവൂരിലെ ആശീർവാദ സിനിമാസിന്റെ തിയേറ്ററിലായാലും അങ്ങനെ പോയിരുന്ന് കണ്ടിട്ടുണ്ടോ? പിന്നെ ആശീർവാദിന്റെ തിയേറ്ററിൽ പോയിട്ട് പുഷ്പയിൽ പോയിട്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നീടും പിന്നെ സ്വന്തം സിനിമ കണ്ടത് ദൃശ്യം കണ്ടത് ആശീർവാദിൽ. അന്ന് ആശീർവാദല്ല, വേറൊരു തിയേറ്ററുണ്ട് പെരുമ്പാവൂര്. അവിടെയാണ് ഞാൻ ആദ്യം ദൃശ്യം ദൃശ്യം റിലീസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് അതിനു മുമ്പ് കാണാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. കാരണം അത് പ്രത്യേക തരത്തിലാണ് നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയല്ല, ഞാൻ ആ സമയത്ത് സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു സുജയ. കുങ്കുമപ്പൂ എന്ന് പറയുന്ന പ്രൊഫസർ ജയന്തിയുടെ സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഞാൻ ദൃശ്യം സിനിമ ചെയ്തത്. അപ്പൊ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര, അതിന് മുമ്പ് ഞാൻ 2-3 ചിത്രങ്ങൾ ചെയ്തിരുന്നു. ലാലേട്ടൻ്റെ കൂടെ തന്നെ കർമ്മയോധ, പിന്നെ സക്രിയയുടെ ഗർഭിണികൾ എന്നിട്ട് ലാലിച്ചുണ്ട് സിദ്ദിഖ് ലാലിൻ്റെ കൂടെ, ഫ്രൈഡേ എന്ന് പറയുന്നത്. 3 ചിത്രം കഴിഞ്ഞ് 4ാമത്തെ ചിത്രമാണ്. മറ്റതൊക്കെ ഞാൻ പോയി കണ്ടിട്ട്. പക്ഷെ ദൃശ്യം എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഒരു പോലീസ് വേഷമൊക്കെ ഇട്ട് പ്രേക്ഷകരെന്നെ ഏറ്റെടുക്കുമോ, അതോ അവർക്ക് ഒരു എന്താ പറയുക, കുങ്കുമപ്പൂവിൽ എപ്പോഴും ദേഷ്യപ്പെടാൻ കരയുകയൊക്കെ ചെയ്യുന്ന, ഭയങ്കര കരയുന്ന സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു ജയന്തി ടീച്ചർ അപ്പുറത്ത് ഒരു പോലീസ് വേഷം ഇട്ട് വന്ന് ജീവിതത്തിനായിട്ട് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ശരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ്. ഞാൻ പെരുമ്പാവൂരിന്ന് ശരത്തേട്ടൻ ദുബായിൽ നിന്ന് വന്നു, അമ്മും പങ്കു, ഞാനും അച്ഛനും, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആണ്, എൻ്റെ ചേട്ടനുണ്ടെന്ന് ബാൽട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ദൃശ്യം കണ്ടത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ദൃശ്യം കാണുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ബാൽക്കണി ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. അവർക്ക് ഞാൻ ആശയാണ്. അവർക്ക് ഞാൻ ഒരിക്കലും ഒരു ആക്ട്രസ്നോ ഒന്നുമില്ല. സുമതി ടീച്ചറിൻ്റെയും കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മകളായിട്ടുള്ള ആശയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് സിനിമ കഴിഞ്ഞപ്പോഴാണ് ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിൽ എല്ലാ തിയേറ്ററിലും ക്ലാപ്സ് ഉണ്ടായിരുന്നു. അവസാനം ലാലേട്ടൻ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരു ക്ലാപ്സ്, ഓക്കെ, ഓ ഗോഡ് എന്ന് പറയുന്നൊരു ക്ലാപ്പ്. ഈ ക്ലാപ്പ് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോ പറഞ്ഞു ആശ, ഈ ക്ലാപ്പ് ഇങ്ങനെ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് കൈയടിച്ചു എല്ലാ പ്രേക്ഷകരും. ഓ, നമ്മുടെ ആശ എന്ന് പറയുന്ന ഒരു അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർ, നമ്മളുടെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളുടെ സിനിമ കണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമെന്നോ ഒരു നടിയാവുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചതല്ല. വളർന്ന സാഹചര്യത്തിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പോയ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു മൂമെന്റ് ഞാൻ എപ്പോഴും അത് ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു മൂമെന്റ് ആണ് ആ ഒരു ക്ലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റു നാടുകളിലൊക്കെ പോയി ഒരുപാട് കയ്യടികൾ കിട്ടിയാലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ അറിയുന്ന ആളുകൾക്കിടയിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ അല്ലേ, ഞാൻ എവിടെയൊക്കെ പെർഫോമൻസ് ചെയ്താലും, ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പസ്വാമിയുടെ അമ്പലമുണ്ട്. അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ എല്ലാ ഉത്സവത്തിനും ഞാൻ കളിക്കും. ഒരു ദിവസത്തെ ഉത്സവം നമ്മൾ നടത്തുന്നുണ്ട്. ആ ദിവസം എവിടെയൊക്കെ ആണെങ്കിലും ഞാൻ ആ ദിവസം ഏപ്രിൽ വിഷുവിന്റെ തലേ ദിവസം കൊടിയിറങ്ങും. അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ ഞാൻ അയ്യപ്പനെ കുറിച്ച് കളിക്കും. ഞാൻ എവിടെ പെർഫോമൻസ് ചെയ്താലും ഞാൻ അവസാന ഇനമായിട്ട് ഹരിവരാസനം കളിക്കും. ഹരിവരാസനം കളിക്കുമ്പോൾ ഞാൻ അത് കേട്ടിട്ടാണ് എൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള പെരുമ്പാവൂരുള്ള കാലങ്ങൾ മുഴുവൻ അവിടെ ഹരിവരാസനം വെക്കുമ്പോഴാണ്, അമ്പലത്തിൽ വെക്കുമ്പോഴാണ് എൻ്റെ അമ്മ അത്താഴം വിളമ്പുക. അത് കഴിയുമ്പോൾ അതായിരുന്നു നമ്മുടെ കണക്ക്. അപ്പം ഹരിവരാസനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന വരികളാണ്. അപ്പോൾ എവിടെ കളിച്ചാൽ, എവിടെ പെർഫോമൻസ് ചെയ്താൽ അവസാനം തില്ലാനയ്ക്ക് ശേഷം ഹരിവരാസനം കളിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഫീൽ, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് പുരോഗമനത്തിലേക്ക് പോകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധങ്ങളിലാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാകട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാറണം എന്ന് സമൂഹം നമ്മളെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയായ ആശാ ശരത്ത്, ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ട് മനസ്സിൽ എപ്പോഴും ആ ഒരു നന്മയോടുകൂടി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആശാ ശരത്ത് എന്തുകൊണ്ട് മാറുന്നില്ല? ആ
ആ ഒരു ചോദ്യം എപ്പോഴേലും നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പോൾ തിയേറ്ററിൽ സ്വന്തം നാട്ടിലിരുന്ന് സിനിമ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു കയ്യടിയുടെ സന്തോഷം പറഞ്ഞതുകൊണ്ടാണ്. ആ പഴയ ആശയം ഞാൻ ഒരിക്കലും എൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ദൃശ്യത്തിൽ കുഴിച്ചു മൂടിയ പോലെയല്ല, അങ്ങനെ ആ പഴയ ഒരു ആശയം ഇവിടെ കിടക്കട്ടെ എന്ന് ബോധപൂർവ്വം തീരുമാനിച്ചാണോ? ബോധപൂർവം അങ്ങനെ ചിന്തിക്കുന്ന ഒന്നല്ല. നമ്മള് ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാവാം. എങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം നമ്മുടെ വീട് നമ്മുടെ നാടെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടാവുക ദുബായ് ആയിരിക്കും. അവർ ജനിച്ചു വളർന്നത് അവരുടെ കുട്ടിക്കാലം എല്ലാം ഉള്ളത്, അവർക്ക് പെരുമ്പാവൂരിനോടൊന്നും അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും വീടാണ്, അമ്മയുടെ തറവാടാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതെ, പക്ഷെ എൻ്റെ മക്കളെയൊക്കെ ഞാൻ വർഷത്തിൽ എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുവന്ന് മഴക്കാലത്ത് ചെളിയിൽ നടക്കാനും നമ്മളുടെ നാട്, നമ്മളുടെ ഉത്സവങ്ങൾ, അമ്പലത്തിൽ കൊണ്ട് ആനയെ കാണി ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാവണം, ഇതാണ് നമ്മുടെ നാട്. എവിടെയൊക്കെ പഠിച്ചാലും ഏതൊക്കെ രാജ്യത്ത് പോയാലും തിരിച്ച് നമ്മൾ ഇവിടെ വരണം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന സുഖം അത് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. രണ്ടുപേരും, ഒരാൾ കാനഡയിലായിരുന്നു പഠിച്ചത്, കാനഡയിൽ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. നൗ ഷീ സെറ്റിലിംഗ് ഇൻ ഇന്ത്യ. രണ്ടാമത്തെ ആള് ബാംഗ്ലൂര് ബയോകോണിൽ വർക്ക് ചെയ്യാണ്, അയാളുടെയാണ് ഇപ്പൊ കല്യാണമുള്ളത്. മൂത്ത ആളും അതേപോലെ തന്നെ UK-യിലായിരുന്നു പഠിച്ചത്, തിരിച്ചു വന്നു ബോംബെ സെറ്റിൽഡ് ആയി. സോ ഇന്ത്യ എന്നിപ്പോ കേരളത്തിലോ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ആ ഒരു ഫീല് അവരിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ തോട്ട് പ്രോസസ് ഒക്കെ ഓഫ് കോഴ്സ് ജെൻസിയുടെ തോട്ട് പ്രോസസ്സും നമ്മുടെയൊക്കെ വ്യത്യാസമാണ്. പുതിയ തലമുറയോട് ശരിക്കും പറഞ്ഞാൽ ജെൻസിയുടെ അമ്മയായ ആശാചരത്തിന് എന്താ പറയാനുള്ളത്? ഞാനൊരു പരിധിവരെ ഞാനൊരു കുറച്ച് ജെൻസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും. എൻ്റെ അമ്മ ഇപ്പം നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് ഇപ്പം 80 വയസ്സാവുന്നു. അമ്മൂന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് അമ്മ പറയും, നോക്കിയിട്ടൊക്കെ മതി, 5-6 മാസമൊക്കെ സംസാരിച്ച് 1 വർഷമൊക്കെ ഒരുമിച്ചൊക്കെ നിന്ന് സംസാരിച്ച ശേഷം മാത്രം കല്യാണം മതി. ഞാൻ ചോദിക്കും, അമ്മയാണോ ഈ പറയുന്നത്? അതെ, അമ്മ അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് ഇപ്പൊ അമ്മയാണ്. അതിലൊന്നും വലിയ പ്രശ്നമില്ല, അതായത് കൂടുതൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനേക്കാളും നിങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന, വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അമ്മയും എത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ ഞാനും എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ നമ്മളും ജീവിക്കുകയാണല്ലോ. അമ്മ കലാമണ്ഡലം സുമതിയിൽ നിന്ന് തുടങ്ങിയ നൃത്തം അത് ആശാശരത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം മക്കളിലേക്ക് എത്തുന്നു. അമ്മുവും പങ്കുവും രണ്ടുപേരും നൃത്തം ചെയ്യുന്നവരാണ്. ശരിക്കും ഇപ്പോൾ എൻഗേജ്മെന്റിനൊക്കെ ഒരു സർപ്രൈസ് ഡാൻസ് ഒക്കെ ഇറക്കി, അപ്പോൾ അതൊക്കെ ആളുകൾ ഒരുപാട് പേരത് കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൃത്തം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ക്ഷീണം തോന്നിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട് നൃത്തം ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവുകയാണെന്ന്. നമ്മുടെയൊക്കെ പെർഫോമൻസസ് ചെയ്യാം ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള ഭരതനാട്യ കച്ചേരി പോലത്തെ പെർഫോമൻസസ്, അല്ലെങ്കിൽ ഒരു ഷോ ചെയ്യുമ്പോൾ അത് 1.5-2 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ ചെയ്ത് നമ്മളുടെ ആ ഒരു എനർജിയിൽ നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ അറിയില്ല. നമ്മൾ അങ്ങ് കളിച്ച് അങ്ങ് എൻജോയ് ചെയ്ത് കളിച്ച് നമ്മുടെ ക്ഷീണം അറിയില്ല. അത് കഴിയുമ്പോൾ നല്ലോണം അറിയും. അപ്പൊ മാത്രം അറിയില്ല, 1.5 മണിക്കൂർ അറിയില്ല എന്നേ ഉള്ളൂ, 2 മണിക്കൂർ അറിയില്ല എന്നുള്ളൂ. പിന്നെ പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രായം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെലങ്ക കെട്ടി വേദിയിലെത്തുമ്പോൾ പ്രായമായെന്നൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ പഴയ കുട്ടിയാണെന്നാണ് നമ്മളുടെ ഒരു ഭാവം. അങ്ങനെയാണ് നമ്മൾ കളിക്കുക. ഇപ്പോഴും ഒരു 20കളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ? നൃത്തം ചെയ്യുമ്പോൾ 20 നമ്മൾ ഏറ്റവും യങ് ആയിട്ടായിരിക്കും നമുക്ക് സ്വയം തോന്നുക. നമ്മളെ പെർഫോമൻസിന് ചെലങ്ക കെട്ടി വേദിയിലെത്തുമ്പോൾ നമ്മളുടെ മുന്നിൽ ആ ക്രൗഡിനെ കാണുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് ഇത്ര പ്രായമായിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഒരു ചിന്ത പോലും നമുക്ക് തോന്നില്ല. എല്ലാം മറന്ന് നമുക്ക് പല സമയത്ത് നമ്മൾ പ്രേക്ഷകരെ പോലും കാണില്ല. പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഇരുട്ടായിരിക്കും. നമ്മൾ കാണുന്നത് നമ്മൾ ഏത് ഭഗവാനെ കുറിച്ചിട്ടാണ്, കൃഷ്ണനെ കുറിച്ചാണോ അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ചിട്ടാണോ, ആരെ കുറിച്ചിട്ടാണ് നൃത്തം? ചിലപ്പോൾ നമ്മൾ കാണുന്നത് ആ ഭഗവാനെ ആയിരിക്കും. 100% ഡെഡിക്കേഷൻ, അതൊരു ആത്മാർപ്പണമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ പല സമയത്ത് നമ്മൾ ചെയ്യുന്ന ഭഗവാനെ നമ്മൾ മുന്നിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തിരുവോണ ദിവസം ഇങ്ങനെ സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നൃത്തത്തെ കുറിച്ച് പറയുന്നത് പോലെ എന്ത് സംസാരിക്കുന്നുള്ള സംശയമുണ്ട്. ഇപ്പൊ എന്ത് സംസാരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. തീരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാണ്. ശരിക്കും ഞാൻ നൃത്തത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നൃത്തം പഠിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ശരിക്കും അത് പഠിപ്പിക്കാൻ ഇപ്പോൾ പറയുമോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ചേച്ചി, ശരിക്കും ഈ 3 വയസ്സിൽ തന്നെ നൃത്തം പഠിച്ചു തുടങ്ങണം, അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? ചിലപ്പം കുറച്ച് പ്രായമായതിനു ശേഷമായിരിക്കുമല്ലോ ആളുകൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ മക്കളൊക്കെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയി ഇതായി കഴിഞ്ഞതിന് ശേഷം നൃത്തം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരായ ആളുകളുണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ. അവരോട് എന്താ പറയാനുള്ളത്? ഈ 3 വയസ്സിൽ നൃത്തം പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ സുജയ. ശരിക്കും പറഞ്ഞാൽ 3 വയസ്സിൽ നൃത്തം പഠിക്കാൻ പാടില്ല. കാര്യം നമ്മളുടെ കൈകാലുകളൊക്കെ ഉറച്ച് നമ്മളുടെ ഭയങ്കര നമ്മൾ
കുറച്ച് ഹെവിയാണ് നൃത്തം എന്ന് പറയുന്നത്. ഒരു 5-6 വയസ്സ് എത്തുമ്പോഴാണ് നമ്മൾ നൃത്തം ശരിക്കും പഠിച്ചു തുടങ്ങേണ്ടത്. 5-6 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഇവരെ പഠിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവരെ നമ്മൾ പറഞ്ഞു വിടണം, വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, നമ്മൾ പ്രഷറൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരിക്കും പല കുട്ടികളും പഠിച്ചു. പക്ഷെ സുജയ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പം ഒരുപാട് ആഗ്രഹമുള്ള വീട്ടമ്മമാരുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് വീട്ടമ്മമാരെയാണ്. ഇപ്പം കഴിഞ്ഞ എൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു 75 വയസ്സുള്ള അമ്മ വരെ പെർഫോം ചെയ്തു. അവരുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അവർ വീട്ടമ്മമാരെ അവർ പഠിക്കുന്നത്, അവർ ഇന്ന് പഠിച്ച പാഠം നാളെ പഠിച്ച് വന്ന് നമ്മളെ പെർഫോം ചെയ്ത് കാണിച്ച് 100%. ഇപ്പം ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, 45 അമ്മമാരാണ് കളിച്ചത്. അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ഒരു നമ്മളോടുള്ളൊരു സ്നേഹവും, പിന്നെ അവർ വരുന്നത് ഡാൻസ് പഠിക്കാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഒന്ന് കാണുക, സംസാരിക്കുക. ഇപ്പം അമ്മയാണ് കൂടുതൽ നാട്ടിൽ നൃത്തം പഠിപ്പിക്കുന്നത്. ഞാനുള്ളപ്പോൾ ഞാൻ ക്ലാസ് എടുക്കും. പക്ഷേ അമ്മ ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക്. ആ ടീച്ചർ അമ്മയെ കാണാനുള്ള ഒരു സ്നേഹവും. ഒരു പ്രായമേ ഇല്ല കേട്ടോ, നൃത്തത്തിനും ഒരു കലകൾക്കും ഒരു പ്രായമില്ല. ഏത് പ്രായത്തിലും ഒരു സ്റ്റുഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഇപ്പം ഒരാൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പഠിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഈ നൃത്തം വഴങ്ങുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു കൈരളി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പല പല ഇടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകേന്ദ്രം നടത്തുന്നയാളെന്ന നിലയിൽ എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിനെ കാണുമ്പോൾ അയാൾക്ക് നൃത്തം അഭ്യസിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ളൊരു വാസനയുണ്ട്? വാസന വേണോ അല്ലെ ഏതിനായാലും? അതെങ്ങനെയാണ് തിരിച്ചറിയുക? കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സാധാരണ കുട്ടികൾ വരുന്നുണ്ടാവും അച്ഛനമ്മമാര് പറഞ്ഞിട്ടായിരിക്കും. അച്ഛനമ്മമാർ സാധാരണ എന്താ പറയാന്നറിയോ, TV വെച്ചാൽ അപ്പം അവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങും, അല്ലെ അവൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മോഹത്തിലാണ് പല കുട്ടികളും വരുന്നത്. അതിൽ ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന കുട്ടികൾക്ക് ജന്മന ഭയങ്കര ജ്ഞാനമുണ്ടായിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് വരാം. കുറച്ച് ദിവസം പഠിപ്പിച്ചു കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇവർക്കൊരു വാസനയുണ്ടോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം സുജയ, സംഗീതമില്ലേ, ഞാൻ ഒട്ടും പാടാൻ കഴിവില്ലാത്ത ഒരാൾ. ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം ഇൻസ്ട്രുമെന്റ്സ്, വീണയൊക്കെ കുറച്ചൊക്കെ വായിക്കുന്ന ഒരാളാണ്. പക്ഷെ പാടാൻ എനിക്കൊരു കഴിവില്ല. പക്ഷെ പാടിയാണ് നമ്മൾ നൃത്തം പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പാടുന്നത് കേട്ടാൽ ചിലപ്പോൾ പിള്ളേർ പോലും പേടിച്ചു പോകുന്ന പാട്ടാണ് എൻ്റെ. സംഗീതം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കറക്റ്റായിട്ടുള്ള ഒരു വാസന ഇല്ലെങ്കിൽ, ആ ജന്മന ആ ഖണ്ഡം അതിന് ആകാത്തതാണെങ്കിൽ, അതിന് ഭഗവാൻ കൊടുത്തിട്ടില്ലെങ്കിൽ സംഗീതം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നൃത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഋതം പിടിക്കാം, താളമുണ്ടെങ്കിൽ, തക്ക ധിമ്മി തക്ക ധിമ്മി, നമുക്ക് താളം പിടിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരാളെ നൃത്തം പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതായത് താളബോധമാണ്. താളബോധം എന്ന് വെച്ചാൽ നമുക്കൊരു താളം, നമ്മൾ ഹൃദയം എടുപ്പുണ്ടല്ലോ, ഹൃദയം ഇടിക്കുന്നത് ഒരു താളത്തിലാണ്. ശരിയാ, ആ താളം നമുക്ക് പിടിക്കാൻ പറ്റും. ഒരു ഡാൻസിന്റെ ഇതിൽ ഇതുവരെ ഹൃദയത്തിന്റെ താളം ആദ്യമായിട്ട് ഹൃദയം ഇടിക്കുന്ന ശ്രദ്ധിച്ചു നോക്കാൻ പറ്റും. എന്നാണ് ആ ഒരു താളത്തിലാണ്. അത് പിടിക്കാൻ നമുക്ക് പറ്റിയാൽ, താളം പിടിക്കാൻ പറ്റിയാൽ, നമുക്ക് ചൂട് താളത്തിന് വെക്കാൻ പറ്റിയാൽ നമുക്ക് ആരെയും നൃത്തം പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഭാവങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, ചിലർക്ക് നല്ലോണം ഭാവം വരും, ചിലർക്ക് ഭാവം കുറവായിരിക്കും, ചിലർക്ക് അതിനുള്ള ശുദ്ധി കുറവായിരിക്കും. പക്ഷെ നൃത്തം നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടില്ലല്ലോ. ഇല്ല, ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും, ഒരാൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കണം. അതുപോലെയാണെന്ന് മാത്രം. പക്ഷെ കുട്ടി പാസ്സാവും. അങ്ങനത്തെ നൃത്തം സുജ പഠിച്ചിട്ടുണ്ടോ? എനിക്ക് പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, കളിക്കാറുണ്ട് എന്നല്ലാതെ അങ്ങനെ ശാസ്ത്രീയ നൃത്തം പഠിച്ചിട്ടില്ല. നമുക്ക് പഠിച്ചാലോ ഫ്രീ ടൈമിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഈശ്വര, ഓപ്പൺ ആയിട്ട് വിളിക്കാനോ? ഇത്രയും വലിയൊരു ഗുരുവിനെ എന്തായാലും കിട്ടാനായിട്ടില്ല. തീർച്ചയായിട്ടും പറഞ്ഞു സുജയ്ക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടല്ലോ, എനി ആർട്ട് ഫോം, ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ പഠിച്ചില്ലോ എന്ന് ഒരിക്കലും തോന്നരുത്. ഏറ്റവും വലിയ മെഡിറ്റേഷൻ ആക്ച്വലി പറഞ്ഞ ഡാൻസ് ആണ്. ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു തിരുവാതിര കളിച്ചാലോ? ഓണല്ലേ, മോഹിനിയാട്ടം വേണോ തിരുവാതിര വേണോ? മോഹിനിയാട്ടം ഒക്കെ എന്നെ പ്രേക്ഷകരെല്ലാം കൂടെ മോഹിനിയാട്ടം ഞാൻ ശരിക്കും വന്ന് പഠിക്കാം. ഞാൻ ഗുരുദക്ഷിണയൊക്കെ തീർച്ചയായിട്ടും വന്ന് പഠിക്കും. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ സുജയ്ക്ക് ഇനി പഠിക്കാൻ പറ്റുമല്ലോ, പഠിക്കാൻ പറ്റുമല്ലോ. പ്രായമേ ഇല്ല സുജ, യു ആർ സോ ഒരു യങ്ങോ അല്ലെങ്കിൽ മെച്യൂരിറ്റി അതൊന്നുമില്ല. മനസ്സിലാക്കി ഞാൻ അതിൽ പറഞ്ഞു 75 വയസ്സായവർ വരെ നൃത്തം ഇപ്പോൾ പഠിച്ചു. പ്രേക്ഷകരെല്ലാം ട്രോളും. സുജയുടെ നൃത്തം നമുക്ക് കാണണ്ടേ? ന്യൂസ് വായിക്കുന്ന മാത്രം കേട്ട പോരല്ലോ. ഈ തിരുവോണത്തിന് ഇത് കഴിഞ്ഞാൽ മാത്രം രക്ഷിക്കണേ. ചിലപ്പോ സുജയായിരിക്കും അടുത്ത പെർഫോമൻസിന് എന്റെ കൂടെ നൃത്തം ചെയ്യുന്നത് കേട്ടോ. പ്രേക്ഷകർ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ ഈ നൃത്തം കാണാൻ. ഇതൊക്കെ അനിലേരു സാർ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഞാൻ സാധാരണ ഇപ്പം ഷോ ചെയ്യുന്നുണ്ടല്ലോ, പുതിയൊരു മേഖലയാണ്, എനിക്ക് പുതിയൊരു ചുവടുവയ്പ്പാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, മൈക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് നിൽക്കുമ്പോൾ. സാധാരണ സ്റ്റേജിൽ ഇപ്പോഴും എന്റെ ശരിക്കും കേൾക്കാം. അല്ല, സാധാരണ ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് വേദിയിലെത്തുമ്പോൾ നമുക്കൊരു എനർജിയാണ് ചെയ്യാൻ. ഇതിങ്ങനെ കയറി ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന് ടക ഇടിക്കായിരുന്നു ഫസ്റ്റ് ആ ഷോ ചെയ്ത് തുടങ്ങുമ്പോൾ. പതുക്കെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ശരിയാവും. നമ്മുടെ ഈ ഷോ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡ്യൂസർ യമുനയാമിയാണ്. പേടിപ്പിച്ചോ? യമുനയുടെ ധൈര്യത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കുപ്പായം എടുത്ത് അണിഞ്ഞത്. ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ഞാൻ ഇന്ന്
സുജയ നൃത്തം ചെയ്യുമ്പോൾ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ മേഖല രണ്ടാണ്. ഞാൻ നൃത്തവും അദ്ദേഹം ഒരു ജേർണലിസ്റ്റുമാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പായിടുമ്പോൾ ആ നെഞ്ചിൽ പോക്കിയാണല്ലേ. ഇതിപ്പോ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരിക്കും. തുടക്കമാണ്. കുറച്ച് കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി വീഴുന്നുണ്ടാവും. നിങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം. അതെ, അതുപോലെ തന്നെ ഞാനും നൃത്ത മേഖലയിലേക്ക് ഇതാ ശിഷ്യപ്പെട്ട് പോകാൻ പോകണം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു നൃത്തവേദി ഉണ്ടെങ്കിലല്ലേ കൊച്ചിയിലൊക്കെയുള്ള ഞങ്ങളെ പോലെയുള്ള പ്രായമായ ആളുകൾക്കൊക്കെ ഒന്ന് പണ്ട് പഠിക്കാൻ പറ്റും. പ്രായമായ ആളുകൾ 2 പിള്ളേരൊക്കെ ആയില്ലേ, നമ്മുടെ പ്രായമൊക്കെ പറയണമല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ കൊച്ചിയിലുള്ളവർക്ക് ചേച്ചിയുടെ കൂടെ വന്ന് പഠിക്കാൻ പറ്റുമോ? കാരണം ചേച്ചി എപ്പോഴും ദുബായിലാണ്. അല്ല, ഇപ്പം ദുബായിലും ഉണ്ട്, നാട്ടില് പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പെരുമ്പാവൂർ ഓഫ് കോഴ്സ് ഉണ്ട്. പനങ്ങാട് എന്ന് പറഞ്ഞ എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ തൊട്ട് പുറകിൽ ഒരു വീടുണ്ട് എനിക്ക്. അവിടെ ഒരു കളരി പണിയുന്നുണ്ട്. കളരി എന്ന് വെച്ചാൽ ഒരു കൂത്തമ്പലം എന്ന് പറയാം. അതെന്താണെന്നറിയാം സുജി, അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളും നല്ല മിടുക്കരായിട്ടുള്ള നർത്തകരും സംഗീതജ്ഞരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരുപാട് വേദികൾ കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. സ്ഥിരം വേദികൾ, അതായത് വല്ലപ്പോഴും ഒക്കെ ഒരു പെർഫോമൻസ് എന്നല്ല. പക്ഷെ അവരുടെയൊക്കെ ഒരു ടാലന്റിന് എപ്പോഴും അവർക്ക് പ്രേക്ഷകരുണ്ടെങ്കിൽ, എപ്പോഴും വേദികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കൂത്തമ്പലം പണിയുന്നു. കൈരളി കലാകേന്ദ്രം എന്നാണ് പേര്, ദുബായിലത്തെ പേര്. ഇപ്പം നമ്മൾ കൈരളി കലാകേന്ദ്രം എന്നാണ്. യൂണിവേഴ്സിറ്റി അഫിലിയേഷനൊക്കെ ഉള്ള ഒരു സ്ഥലം. എൻ്റെ അച്ഛൻ നല്ലോണം വായിക്കുമായിരുന്നു. നമുക്ക് അവിടെ പഠിച്ചു തുടങ്ങാം. ഒക്ടോബറോട് കൂടി ആ ക്ലാസ്സസ് തുടങ്ങും. ഓൾറെഡി ക്ലാസ് ഉണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത്. അതെ. പിന്നെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. നൃത്തം റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വന്ന് പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ. ചുരുക്കി പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. കലാമണ്ഡലം സുമതി ടീച്ചർക്ക് വേണ്ടി മകൾ അല്ലേ ഗുരുദക്ഷിണ കൊടുക്കുന്നു എന്ന് പറയാം. അപ്പൊ ശരിക്കും ഞാൻ ദക്ഷിണ തരാനായിട്ട് അവിടെ തീർച്ചയായിട്ടും വരണം. അന്ന് ക്ലാസ് പഠിച്ചു തുടങ്ങണം കൈരളി കലാകേന്ദ്രം. എന്റെ കൂടെ പഠിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അന്ന് നമ്മുടെ മമ്മൂക്ക പഠിക്കാൻ പോയ പോലെ വലിയൊരു കുട്ടി എന്റെ കാലിൽ ചവിട്ടി ഇതൊക്കെ മിക്കവാറും ചെറിയ കുട്ടികളൊക്കെ പറയായിരിക്കും. എന്നാലും നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അപ്പൊ ഈ തിരുവോണം ഞങ്ങളുടേത് സമ്പൽ സമൃദ്ധമാക്കി രാവിലെ പ്രഭാതത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനിടെ നമ്മൾ കുറെ വിശേഷങ്ങൾ കണ്ടു, കുറെ ആളുകൾ ഇതിനിടെ വന്നു പോയി, വാർത്തകൾ കണ്ടു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. ഇനിയിപ്പോ പോയിട്ട് വേണ്ടേ ഉച്ചക്കത്തേക്കുള്ള സദ്യ ഉണ്ടാക്കാൻ. എന്ത് പായസം ഉണ്ടാക്കണം. അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്റെ ഒരു ഇളക്കൽ പരിപാടികൾ ദേഹണ്ണത്തിലേക്ക് അങ്ങ് കടന്നോളുക അല്ലേ. അപ്പൊ ഞാൻ പുറപ്പെടാം. നിങ്ങൾക്ക് എനിക്കും പുറപ്പെടാൻ സമയം. എനിക്കും വീട്ടിൽ ദേഹണ്ണത്തിൽ സഹായിക്കണം. പൂർണ്ണമായിട്ട് ഞാനല്ല. അപ്പോൾ നമുക്ക് ആ ദേഹണ്ണത്തിൽ സഹായിക്കണം. അപ്പോൾ നമുക്കിനി ഉച്ചയൂണിന്റെ സമയമാണ്. ഇനി അങ്ങോട്ട് വിശേഷങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്. അതെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബിഗ് ടിവിക്കൊപ്പം സുപ്രഭാതം വിത്ത് ആശാ ശരത്താൻ സുജയ പാർവതി നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കണം. പക്ഷേ ഇനി അങ്ങോട്ട് ഓണ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടരുക ഞങ്ങൾക്കൊപ്പം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഒന്നിച്ച് അല്ലേ നിറഞ്ഞ ആശംസകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടരുക ബിഗ് ടിവിക്കൊപ്പം. തൽക്കാലം ഞങ്ങളൊന്ന് പോകുന്നു. പിന്നെ നമ്മൾ ഇനി വീണ്ടും കാണും. എപ്പോഴാണ്? നവരാത്രിക്ക്.